Catholicity is the capacity to incarnate in diverse culture and geographical region. പെന്തിക്കോസ്തി പെരുന്നാളിൽ പരിശുദ്ധാത്മ നൽവരം പ്രാപിച്ചുകൊണ്ട് ശിഷ്യന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും പോയി അവിടെയൊക്കെ സുവിശേഷം പ്രഘോഷിച്ചപ്പോൾ അവിടുത്തെ സംസ്കാരവുമായും ആളുകളുടെ ജീവിതശൈലിയുമായിട്ടുമൊക്കെ താതാത്മ്യപ്പെട്ടുകൊണ്ട് ജീവിച്ചു. അങ്ങനെ രൂപപ്പെട്ടതായ ഓരോ പ്രദേശത്തെയും ആരാധനക്രമം അഭംഗുരം പാലിച്ചുകൊണ്ട് ജീവിക്കുക, ഓരോ സഭയുടെയും വളർച്ച, ആഗോള സഭയുടെ കൂട്ടായ്മയിൽ ഇന്ന് 23ഓളം ആരാധനക്രമങ്ങളുണ്ട്. ആ ആരാധനക്രമങ്ങളുടെ എല്ലാം സവിശേഷത എന്ന് പറയുന്നത് അവിടുത്തെ കൾച്ചർ, കൺവെൻഷൻ, പ്രാക്ടീസ് അതുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഓരോ ആരാധനക്രമത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ആ ആരാധനക്രമത്തിലൂടെയാണ് ദൈവാനുഭവം നമുക്ക് ലഭിക്കുന്നത്. പ്രാർത്ഥനയിലൂടെ, വിശുദ്ധ കുദാശകളിലൂടെ, ദൈവവചനത്തിലൂടെ ലഭിക്കുന്ന ആ അനുഗ്രഹങ്ങൾ ഓരോരുത്തരും നല്ല രീതിയിൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ്. ഇതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുവാൻ ഉള്ള സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഓരോ സഭകളും അവരുടെ അനന്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുൻപോട്ട് പോകണം എന്നാണ് സൂചിപ്പിച്ചത്. അതനുസരിച്ച് സീറോ മലബാർ സഭ അതിൻ്റെ ആരാധനക്രമങ്ങൾ അഭംഗുരമായി നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനുള്ള ചർച്ചകളും സംവിധാനങ്ങളും ഏർപ്പെടുത്തി 1999 അത് റോമിൽ സമർപ്പിച്ചു. പരിശുദ്ധ പിതാവിൻ്റെ അംഗീകാരത്തോടുകൂടി അത് നിലവിൽ വന്നു. അത് പ്രായോഗികമായി നടപ്പിലാക്കുന്നതിന് അല്പം സമയം വേണ്ടി വന്നു. അത് എല്ലാം പര്യവസാനിച്ചുകൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു സഭയിൽ ഒരാരാധനക്രമത്തിലൂടെയാണ് പോകേണ്ടത്. അത് ഭാഷകളുടെ വ്യത്യാസം നമുക്കറിയാം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആ രീതിയിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലുമൊക്കെ അതാത് ഭാഷകളിൽ നമ്മൾ ആരാധന നടത്തുന്നു. എന്നാൽ അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് തന്നെയാണ്. ആ സ്ട്രക്ചറിൽ നിന്നും മാറിപ്പോകുന്നത് അപകടകരമായ ഒരു സൂചനയാണ്. അത് ഭിന്നതയിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ പാടില്ല. എല്ലാവരെയും ഐക്യപ്പെടുത്തുക എന്നുള്ളതാണ്. യൂക്കറിസ്റ്റ് മേക്സ് ദ ചർച്ച്, യൂക്കറിസ്റ്റ് യുണൈറ്റ്സ് ദ ചർച്ച്, യൂക്കറിസ്റ്റ് ട്രാൻസ്ഫോം ദ ചർച്ച്. ആ ഒരു രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. നമ്മളെ സഭയാക്കി മാറ്റുന്നത് തമ്പുരാൻ്റെ കാരുണ്യമാണ്. നമ്മെ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്നത് തമ്പുരാൻ്റെ കാരുണ്യമാണ്. അതുകൊണ്ട് ആരാധനക്രമത്തിലെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ സ്ട്രക്ചറുകളിൽ മാറ്റം വരുത്താതെ ആളുകൾക്ക് അനുഭവവേദ്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചർച്ചയിലൂടെ പരിഹരിക്കണം. അങ്ങനെ ചർച്ചയിലൂടെ പരിഹരിക്കാൻ പാടില്ലാത്തതൊന്നും നമുക്കില്ല. അങ്ങനെയുള്ള ചർച്ചയിലൂടെ എന്താണ് ദൈവം ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഏറെ കരണീയമായിട്ടുള്ളത്. അതിനു വേണ്ടതായ പരിശ്രമങ്ങളാണ് നടത്തേണ്ടത്. അല്ലാതെ ഭിന്നതയുടെ ഒരു സ്വരത്തിൽ നിന്നുകൊണ്ട് നാം മുമ്പോട്ട് പോകുമ്പോൾ അത് സാക്ഷ്യത്തിന് പകരം എതിർ സാക്ഷ്യമായിരിക്കും നൽകുക. അത് ആളുകളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുവാൻ, ആശയക്കുഴപ്പമുണ്ടാക്കുവാൻ ഒരുപക്ഷെ കാരണമാകും. അത് ഒരു ഭിന്നതയിലേക്ക് സഭയെ നയിക്കുവാൻ പാടില്ല. സീറോ മലബാർ സഭയുടെയും മലങ്കര സഭയുടെയും ലത്തീൻ സഭയുടെയും അതിൻ്റെ അനന്യതയും പാരമ്പര്യവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മാർപ്പാപ്പായെ സഭാതലവനായി അംഗീകരിച്ചുകൊണ്ട് ഓരോ സഭയ്ക്കും നൽകപ്പെട്ടിരിക്കുന്ന നേതൃത്വത്തോട് യോജിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്.